ഈ കുറിയറിനെ കാണില്ല ഇയാളെ വിട്ടപ്പ് കിടക്കണ ഇപ്പൊ വരാന്ന് പറഞ്ഞു. ചേട്ടന് ഇവിടേക്കായിരുന്നാ? എന്താണ്? ഞാൻ ചേട്ടനെ റൂമിലൊക്കെ അന്വേഷിക്കായിരുന്നു. എന്താണ് വിളിക്കണത്? ഒരു കുറിയർ വരാണ്ട് അയാളിപ്പൊ വിളിച്ച് വരാന്ന് പറഞ്ഞ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. അതെ, വീട്ടിൽ നിന്ന് എന്റെ ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാ വിളിച്ച്? ഈ ഞായറാഴ്ച അച്ഛന്റെ 60ാമത്തെ പിറന്നാളാണെന്ന്. വീട്ടില് നല്ല രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്. അപ്പൊ നമ്മളോട് ചെല്ലാൻ പറഞ്ഞു. നമ്മളോടാ? ഞാൻ വരുന്നില്ല, നീ നീ പൊക്കോ. എന്തിനാണ് ചേട്ടാ? നമുക്ക് ശനിയാഴ്ച പോയിട്ട് ഞായറാഴ്ച ആഘോഷിച്ചിട്ട് നമുക്ക് വരാന്ന്. ശനിയാഴ്ച എനിക്ക് മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് വരാൻ പറ്റൊന്നുമില്ല. എപ്പോഴും അതെ, എന്റെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും എന്റെ വീട്ടുകാരുടെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഈ ഒരു ഒഴിഞ്ഞു മാറലാണ്. അവർ വിളിക്കാൻ ഇഷ്ടമല്ല, അവർ ഇങ്ങോട്ട് വന്ന ഇഷ്ടമല്ല, അവർ വീട്ടിൽ വന്നല്ല മുഖം തിരിച്ചൊരു ഒറ്റ പോക്കാണ്. എന്താണ്? എനിക്ക് നിന്റെ വീട്ടുകാരെ ഇഷ്ടമല്ല, ഉള്ളത് തുറന്നു പറയാല. അവിടെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ തൊടുങ്ങും, എന്നെ കാണുമ്പോ തന്നെ ഒരു വക വർത്താനോ ഉപദേശിക്കലും. നിന്റെ ചേട്ടനോ എന്റെ അച്ഛനോ അതെ, അവരാരും എന്റെ കാര്യങ്ങൾ ഇടപെടാനായിട്ട്. എനിക്കറിയാം, ഒരു വക ഉപദേശവും പുഞ്ഞാരും മോനെ വിളി. എന്റെ അച്ഛനും അമ്മയും ചേട്ടനെ കണ്ടാക്കണതേ അവരുടെ സ്വന്തം മോനെ പോലെയാണ്. അതാണ് അവരോരോ കാര്യങ്ങൾ ചോദിക്കണതും തിരക്കണതും. അതൊക്കെ ഇഷ്ടവും കൊണ്ടല്ലേ. എന്നെ ഇഷ്ടപ്പെടുമൊന്നും വേണ്ട, നീ വിളിച്ച് പറഞ്ഞേക്ക് ഞാൻ വന്നില്ല എന്നുള്ളത്. നിനക്ക് വേണമെങ്കിൽ പോവാ, ഞായറാഴ്ച തിങ്കളാഴ്ച എപ്പോഴാന്ന് വെച്ചാ ഞാൻ ഒറ്റക്ക് പോയി കഴിഞ്ഞാൽ ചേട്ടൻ എന്തെന്നെല്ലാരും ചോദിക്കൂലേ? നീ പറയണം എനിക്ക് വരാൻ ഇഷ്ടമല്ലാന്ന്. ഉള്ളതുപോലെ തുറന്നു പറ. അല്ല പിന്നെ അമ്മ വിളിക്കുന്നുണ്ട്, പറഞ്ഞേക്കപ്പാ. ഹലോ അമ്മേ. അമ്മ, ചേട്ടന് വരാൻ പറ്റൂല. ചേട്ടന് ജോലി സ്ഥലത്ത് കുറച്ച് തിരക്കുണ്ട്. ഞാൻ ശനിയാഴ്ച വരും. ശനിയാഴ്ച കാണാമേ. ശരി എന്നാ. നീ എന്താണോ പറഞ്ഞത്? നിനക്ക് ഉള്ളതുപോലെ പറഞ്ഞാ പോരെ. എനിക്ക് വരാൻ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ വരാതെ പറഞ്ഞാ പോരെ. അതിനിപ്പോ എന്താ കുഴപ്പം? ചേട്ടൻ അങ്ങനെ എളുപ്പം പറയാ, ഒറ്റ വാക്കില് വന്നില്ലാന്ന്. പക്ഷേ അതെന്റെ അച്ഛനും അമ്മേനെ, അവരെനിക്ക് വേദനിപ്പിക്കാൻ പറ്റൂല. അതുപോലെ തന്നെ അവരുടെ മുമ്പില് എന്റെ ഭർത്താവിനെ എനിക്ക് മോശക്കാരനാക്കാനും പറ്റൂല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു ചെറിയൊരു കള്ളം പറഞ്ഞത്. ഇതാവുമ്പോ രണ്ടുപേർക്കും പ്രശ്നമില്ലല്ല. എന്റെ വീട്ടുകാരെ സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിലും അവരൊന്ന് വെറുക്കാതിരുന്നൂടെ? ചേട്ടനിപ്പ എന്റെ വേദനയും വിഷമവും ഒന്നും മനസ്സിലാക്കൂല. നമുക്കൊരു മോളില്ലേ, നമ്മുടെ മോളെ കല്യാണം കഴിപ്പിച്ച് വേറൊരു വീട്ടിൽ വിടുമ്പോഴേ എന്റെ അച്ഛനും അമ്മയും ഞാനും അനുഭവിച്ച വേദനയും വിഷമവും എന്താണെന്ന് ചേട്ടൻ മനസ്സിലാക്കുള്ളൂ.